കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ സെർവർ സൈഡ് കമ്പോണൻസിനെ കണ്ടു, ക്ലയൻറ്റ് സൈഡ് കമ്പോണൻസിനെ കണ്ടു. എനിക്കിനിയും കുറച്ചുകൂടി സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം നമ്മളൊരു Next.js പ്രോജക്ട്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ കുറേ കോർ കൺസെപ്റ്റ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവണം. അല്ലാതെ നമ്മൾ പ്രോജക്റ്റിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മിസ്സാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഞാൻ ആ ഒരു ബേസ് ക്ലിയർ ആക്കിയിട്ട് മാത്രമേ ഒരു പ്രോജക്റ്റിലേക്ക് കടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം സെർവർ സൈഡ് കമ്പോണൻസും ക്ലയൻറ്റ് സൈഡ് കമ്പോണൻസും. ഇനി മറ്റൊരു ടേം കൂടി നമ്മൾ Next.jsൻ്റെ കാര്യത്തിൽ കാണാറുണ്ട്. അതായത് സെർവർ സൈഡ് റെൻഡറിങ്. ഇനി റിയാക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്. ഇത് നമ്മൾ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞാണ്. റിയാക്റ്റ് ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് ആണ്. Next.jsനകത്ത് സെർവർ സൈഡ് റെൻഡറിങ്ങും പറ്റും, ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്ങും പോസിബിൾ ആണെന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ഇത് രണ്ടും സെയിം ആണോ? ഈ റെൻഡറിങ്ങും കമ്പോണൻസും സെയിം ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പോണൻസ് നെക്സ്റ്റിലായാലും റിയാക്റ്റിലായാലും അതൊരു കമ്പോണൻ്റ് ആണ്, ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ് അല്ലേ. ഇപ്പം നമ്മൾ ഹോം പേജ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അക്കോർഡിയൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ Next.jsനകത്തും അക്കോർഡിയൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. റിയാക്റ്റിനകത്തും നമ്മൾ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സംഭവം നോക്കുമ്പം രണ്ടും സെയിം ആണ് അല്ലേ. കമ്പോണൻസ് നോക്കുമ്പോൾ രണ്ടും നമ്മുടെ Next.jsനകത്തായാലും ഇതിനകത്തായാലും സെയിം ആണ്. പക്ഷേ ഇത് എപ്പോൾ റെൻഡർ ചെയ്യണം, എപ്പോൾ ഡിസ്പ്ലേ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിലാണ് ആ ഒരു വ്യത്യാസം. അവിടെയാണ് റെൻഡറിങ് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം, നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ റിയാക്റ്റിൻ്റെ കേസിലാണെങ്കിലും നെക്സ്റ്റിൻ്റെ കേസിലാണെങ്കിലും ഇപ്പം നമ്മൾ ഈ ഒരു പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടിടത്തും സെയിം പേജ് തന്നെയാണുള്ളത്. ഇതിനകത്ത് ഈ ഓരോന്നും എന്ത് തന്നെയാണ്? കമ്പോണൻ്റ് ആണ് അല്ലേ. ഇത് കമ്പോണൻ്റ് ആണ്, ഇത് കമ്പോണൻ്റ് ആണ്, ഇത് കമ്പോണൻ്റ് ആണ്. ഇതെല്ലാം എന്താണ്? കമ്പോണൻ്റ് ആണ്. ഇവിടത്തെ കേസിലും ഇതെല്ലാം കമ്പോണൻ്റ് ആണ്. അപ്പോൾ റിയാക്റ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ പേജ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സർവർ അയച്ചു കൊടുക്കുന്നത് എന്താണ്? ഒരു JS ഫയലും ഒരു HTML ഫയലും, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു HTML ഫയലുമാണ് അയച്ചു കൊടുക്കുന്നത്. ഇനി ഇതിനെ ഡിസ്പ്ലേ ചെയ്യിക്കുക, അതായത് ഈ പേജിനെ ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഇപ്പം ആർക്കാണുള്ളത്? നമ്മുടെ ക്ലയൻറ്റിനാണുള്ളത്, നമ്മുടെ ബ്രൗസറിനാണുള്ളത്. ബ്രൗസർ എന്ത് ചെയ്യും? ജാവാസ്ക്രിപ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഇതിനിവിടെ കാണിക്കുന്നു. അപ്പോൾ ഈ കമ്പോണൻറ്റിനെ നമ്മൾ ക്ലയൻറ്റ് സൈഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നു. ഇനി ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് എന്ന് പറയുമ്പം ഈ പ്രോസസ്സിനെയാണ്, അതായത് ക്ലയൻറ്റ് സൈഡ് കമ്പോണൻറ്റിനെ റെൻഡർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CSR അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ Next.jsൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം എന്ത് തന്നെയാണ്? കമ്പോണൻസ് തന്നെയാണ്, ജാവാസ്ക്രിപ്റ്റ് കോഡ് തന്നെയാണ്. ഇനി നമ്മൾ ഇതിനെ, ഈ പേജിനെ നമ്മളിവിടെ റിക്വസ്റ്റ് ചെയ്യുമ്പം ഈ പേജ് ഇനിഷ്യലി ബിൽഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെർവറാണ്. ആ പേജിനെയാണ് തിരിച്ച് നമ്മൾ എങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്? നമ്മുടെ പ്രീ റെൻഡർ ചെയ്തിട്ടുള്ള പേജിനെയാണ് നമ്മൾ എങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്? നമ്മുടെ ക്ലയൻറ്റ് സൈഡിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ക്ലയൻറ്റ് സൈഡ് എന്ത് ചെയ്യും? ആ പേജിനെ അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് സമയം കൂടി ഇതിനകത്ത് എടുക്കുകയാണ്. അപ്പം ഇത് ഒരു സെർവർ സൈഡ് കമ്പോണൻ്റ് ആണ്. അപ്പം ഈ കമ്പോണൻ്റ് എവിടെയാണ് ഇപ്പോൾ റെൻഡർ ചെയ്തത്? പ്രീ റെൻഡർ ചെയ്തത് എവിടെയാണ്? നമ്മുടെ സെർവറിനകത്താണ്. അപ്പം ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെർവർ സൈഡ് റെൻഡറിങ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, Next.jsനകത്ത് ചില കമ്പോണൻസ് എന്തായിരിക്കും? ക്ലയൻറ്റ് സൈഡ് കമ്പോണൻ്റ് ആയിരിക്കും. ചില കമ്പോണൻസ് എന്തായിരിക്കും? സെർവർ സൈഡ് കമ്പോണൻസ് ആയിരിക്കും. അതായത് ഭൂരിഭാഗവും നമ്മുടെ Next.jsനകത്ത് സെർവർ സൈഡ് കമ്പോണൻസ് ആയിരിക്കും. ചില പോർഷൻസ് മാത്രം നമ്മുടെ ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പിക്ചർ വെച്ചിട്ട് ഈ ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്ങിൻ്റെയും സെർവർ സൈഡ് റെൻഡറിങ്ങിൻ്റെയും പിക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ക്ലയൻറ്റ് സൈഡ് Next.jsലെ ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് ആണെങ്കിൽ അതിനെ റെൻഡർ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ക്ലയൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രൗസർ ആയിരിക്കും. ഇനി നമ്മുടെ സെർവർ സൈഡ് റെൻഡറിങ് ആണെന്നുണ്ടെങ്കിൽ അതിനെ റെൻഡർ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ സെർവർ ആയിരിക്കും. അപ്പം സെർവർ സൈഡ് റെൻഡറിങ്ങും ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്ങും പോസിബിൾ ആയിട്ടുള്ള ഒരു പേജ് ആണെങ്കിൽ നമ്മുടെ സെർവർ ഇനിഷ്യലായിട്ട് നമ്മുടെ സെർവർ സൈഡ് കമ്പോണൻസിനെ ക്ലയൻറ്റിലേക്ക് അയച്ചു കൊടുക്കുന്നു. സപ്പോസ് ദിസ് വൺ ഒരു
സർവർ സൈഡ് കമ്പോണൻ്റ് ആണെങ്കിൽ അതിനെ ഓൾറെഡി അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്ലയൻറ്റ് സൈഡ് കമ്പോണൻറ്റിനെ നമ്മുടെ റിയാക്റ്റിനകത്ത് ഒരു ബണ്ടിലായിട്ട് അയച്ചു കൊടുത്തല്ലോ, അതുപോലെ Next.jsലേക്ക് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ക്ലയൻറ്റ് സൈഡ് സർവർ സൈഡ് കമ്പോണൻ്റ് റെൻഡർ ആവുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ബ്രൗസർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ കുഞ്ഞു ക്ലയൻറ്റ് സൈഡ് കമ്പോണൻസിനെ ഇഞ്ചെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ സർവർ സൈഡ് കമ്പോണൻസും ക്ലയൻറ്റ് സൈഡ് കമ്പോണൻസും സർവർ സൈഡ് റെൻഡറിങ്ങും ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്ങും മനസ്സിലായെന്നാണ് വിശ്വാസം. നെക്സ്റ്റിനകത്ത് നമുക്ക് വേറെയും കുറച്ച് രീതികൾ കൂടിയുണ്ട്. അതായത് നമുക്കിപ്പം സർവർ സൈഡ് റെൻഡറിങ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് വരുന്ന വീഡിയോസിൽ കാണാൻ പോകുന്നത് നമുക്ക് സ്റ്റാറ്റിക് സൈറ്റ് ജനറേഷൻ കാണണം, പിന്നെ ഇൻക്രിമെൻ്റൽ സ്റ്റാറ്റിക് ജനറേഷൻ കൂടി കാണണം. ഈ 3 കോൺസെപ്റ്റ് കൂടി നമ്മൾ വരുന്ന വീഡിയോസിൽ നമ്മൾ കാണണം.